ഹലോ, എൻ്റെ പേര് സരിത. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു നാച്ചുറൽ ഗ്ലൂട്ടാത്തിയോൺ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സ്കിൻ ലൈറ്റനിങ്ങിനും സ്കിൻ ഗ്ലോയിങ്ങിനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി കാണുക വീഡിയോ. പ്യുവറായിട്ടും നമ്മൾ നാച്ചുറലായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ആ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒന്ന് കാണുക എല്ലാവരും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രബാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ സ്ക്രബിന് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന്. സാധാരണ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഈ സ്ക്രബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. സൺ ടാൻ റിമൂവ് ചെയ്യും. അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഒരുപാട് ഗുണങ്ങൾ എന്തുകൊണ്ടാണ് ഉള്ളതെന്നുള്ളത്. അപ്പം നമുക്ക് ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണം എന്നുള്ളതും എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളതും ഒക്കെ ഉള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആദ്യം വേണ്ടത് പഞ്ചസാര തരിയായിട്ട് പൊടിച്ചിട്ടുള്ളത്. ഒരുപാട് പൗഡർ ആക്കരുത്, കുറച്ച് തരിയായിട്ടത് ഇതുപോലെ കുറച്ച് തരിയായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാരയിലോട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്ലിസറിൻ ആണ്. കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും ഗ്ലിസറിൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട്. ഉണ്ടോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, കറ്റാർവാഴ, വീട്ടിലുള്ള കറ്റാർവാഴയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ല് ഇതിൽ ഇട്ടാലും മതി. വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ ആ മഞ്ഞ കളറിലെ സാധനമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്, കറ്റാർവാഴ. അപ്പോൾ കറ്റാർവാഴ ഇങ്ങനെ എടുക്കണം. എടുത്തിട്ട് ഈ കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കണ്ടോ ഒന്ന് കൊടുക്കണം. അതിൻ്റെ ജെല്ല് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണ്ടോ പഞ്ചസാരയും ഗ്ലിസറിനും കൂടെ ഉള്ളത് എടുത്തിട്ട് ഇത് നമ്മൾ അതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കണം. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ. എന്നിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ക്ലീൻ ചെയ്യണം കേട്ടോ ഫേസ്. സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, എങ്കിലും ഞാൻ പറയുകയാണ്, ക്ലീൻ ചെയ്തിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇത് മുക്കി കൊടുക്കണം കേട്ടോ പഞ്ചസാരയിൽ. അപ്പോൾ ഇത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് നന്നായിട്ട് ലൈറ്റനാവും, ബ്രൈറ്റണുമാവും. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു പാക്കും ഞാൻ സാധാരണ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു അടിപൊളി പാക്കാണ്, പക്ഷെ അത് ഇന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചൊവ്വാഴ്ചത്തെ വീഡിയോയിൽ ആ പാക്ക് കാണിച്ചു തരാം കേട്ടോ. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരു 2 സ്റ്റെപ്പ് ചെയ്തിട്ട് ഒന്ന് ഫേസ് ക്ലീൻ ആയിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ഗ്ലോയിങ് ഫിനിഷ് കിട്ടും മേക്കപ്പ് ചെയ്യുന്നതിന്. ഇത് മിക്കവർക്കും പരാതിയാണ്, മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലോയിങ് ഫിനിഷ് കിട്ടണില്ല. ഇതാണ് കാരണം. നമ്മൾ സാധാരണ പോലെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മേക്കപ്പിന് ആ ഗ്ലോ ഉണ്ടാവില്ല. ഈ ഒരു 2 സ്റ്റെപ്പ്, ഈ ഒരു സ്ക്രബും പിന്നെ ഞാൻ ഇനി ആ ചൊവ്വാഴ്ച ചെയ്യുന്ന ഒരു പാക്കും, അത് രണ്ടും ഒന്ന് ഇട്ടിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്ത് നോക്കിയേ, നല്ല അടിപൊളി കിഡുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യുക. നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് എങ്കിലും ഒന്ന് സ്ക്രബ് ചെയ്യണം. പിന്നെ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയും കൂടെ പെട്ടെന്ന് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ പിന്നെ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവരാണെങ്കിൽ ഇത് പൊടിക്കണ്ട കേട്ടോ പഞ്ചസാര. ആ ഒരു തരിയിൽ തന്നെ വെച്ചാൽ മതി. കുറേ
സ്ക്രബ് ചെയ്തിട്ട് 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചിരുന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അതല്ല അന്നേരം വാഷ് ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. കണ്ടോ ഇപ്പം തന്നെ ആ സ്കിന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് കൊണ്ട് നല്ലതുപോലെ ഒരു ഗ്ലോ ഫിനിഷ് വരും. അത് കഴുകിയിട്ട് കാണിച്ചു തരാം. കണ്ടോ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കണ്ടോ, ഒറ്റ പ്രാവശ്യമല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് യൂസ് ചെയ്തത്. 3 മിനിറ്റ് സ്ക്രബ് ചെയ്തു. ഒരു മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മുഖത്ത് വന്നിട്ടുള്ള ഗ്ലോ കണ്ടോ, നന്നായിട്ട് ആ ഒരു സൺ ടാൻ ഒക്കെ റിമൂവ് ആവാനും അതുപോലെ തന്നെ ആ ഒരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ വരാൻ ഹെൽപ്പ് ചെയ്യും. പാക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ബ്രൈറ്റൻ ആവും. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് നമുക്ക് ഒട്ടും പേടിക്കേണ്ട, ഫേഷ്യലൊന്നും ഒന്നും വേണ്ട. ഈ 2 സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. എളുപ്പമാണ് ചെയ്യാനായിട്ട്. 3 ഇൻഗ്രീഡിയൻസ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ കിട്ടാനും എളുപ്പമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സരിത.